വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നിഫ്റ്റി അനാലിസിസ് ആണ്. അതിനുശേഷം അടുത്ത ഈ ഒരാഴ്ചയിൽ അടുത്ത ദിവസങ്ങളായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകളും ഗാമ ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബുള്ളിഷ് ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ സെക്കൻഡ് ഭാഗത്തിൽ അല്ലെങ്കിൽ രണ്ടാം ഭാഗത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയ ഈ വീഡിയോയിൽ എന്നുള്ളതാണ്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി നോക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ that will be a motivation for me to do more analysis like this. So please consider sharing the content to many people. Okay, so let's without wasting much time we can go to the analysis. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കറക്ഷനാണ്. ഇതൊരു ഹെൽത്തി കറക്ഷൻ തന്നെ ആയിട്ടാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 1 ഡേ ചാർട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോഴും നമ്മുടെ ലിക്വിഡിറ്റി പൂൾ കിടക്കുന്ന, അതായത് ഫെയർ വാല്യൂ ലിക്വിഡിറ്റി പൂൾ കിടക്കുന്നത് എവിടെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലാണ് ഫെയർ വാല്യൂ ലിക്വിഡിറ്റി കിടക്കുന്നത്. സോ ഇതിൻ്റെ മേലെ, അതായത് 24,400ൻ്റെ മേലെ നിഫ്റ്റി ഉള്ളിടത്തോളം സമയം നമുക്ക് പോസിറ്റീവ് തന്നെയാണ് അല്ലെങ്കിൽ ബുള്ളിഷ് തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ ഒരു ഡെയിലി ടൈം ഫ്രെയിം അനാലിസിസിലൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ളത്. ഓക്കെ, 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ലിക്വിഡിറ്റി, ഈ ഏരിയയിൽ ഉണ്ടായിരുന്ന, ഈ ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയയിൽ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി ജസ്റ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ റെസ്പെക്റ്റ് ചെയ്തത് കൂടുതൽ എന്താ പറയുക, ബുള്ളിഷ് സൈഡിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണണം. നാളെ പ്രത്യേകിച്ച് അത് ഡിസൈസീവ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം ഇപ്പോഴും ഒരു ബിയറിഷ്നെസ് ഇൻടാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏർലി സൈൻ ഓഫ് ബുള്ളിഷ്നെസ് ആണ്. അപ്പോൾ അത് നിലനിൽക്കുമോ, സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നമ്മളുടെ ഒരു ബ്ലാസ്റ്റ് അനാലിസിസും അതുപോലെ തന്നെ ഓപ്ഷൻ സ്ട്രൈക്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ ശേഷം ഒന്ന് അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ലിക്വിഡിറ്റി വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഞാനത് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഇവിടുത്തെ ഈ പർപ്പിൾ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി, അതായത് 25,088 മുതൽ 25,037 വരെയുള്ള ഈ ഒരു ഏരിയ നല്ല രീതിയിലൊരു കുഷ്യൻ നമുക്കിപ്പോൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ഫെയർ വാല്യൂ കിടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്, അതായത് 25,400 എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. സോ ഇതുവരെ എത്താൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഒന്നുകിൽ ഇവിടുത്തെ ഈ ഒരു ഫെയർ വാല്യൂ കൂടി ടാപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ താഴേക്ക് വരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് മറ്റേ ഗാമ ബ്ലാസ്റ്റ് വെച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അടുത്തത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ലിക്വിഡിറ്റി റെസ്പെക്ട് ചെയ്തിട്ട് ഒരു ബൈ സിഗ്നലൊക്കെ വന്നിട്ടുണ്ട്. സോ ഓൾ ടുഗദർ ഒരു ബുള്ളിഷ് സൈൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഫർദർ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് ഗാമ ബ്ലാസ്റ്റിൽ എന്താ പറയുന്നതെന്ന് കൂടി നോക്കാം. ഓക്കെ, ഗാമ ബ്ലാസ്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു നമുക്കൊരു ബുള്ളിഷ് ഗാമ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. ബുൾ ക്യാൻഡിൽ വിത്ത് എ ബ്ലാസ്റ്റ്, അതാണ് നമ്മൾ ബുള്ളിഷ് ഗാമ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇതും ഒരു ബുള്ളിഷ് ഗാമ ബ്ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹൈ, അതായത് ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ നമുക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബുള്ളിഷ് സൈഡിലേക്ക് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ഇവിടെ ഒരു ബിയറിഷ് ഗാമ ബ്ലാസ്റ്റ് നമുക്ക് 15 മിനിറ്റിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളത് 5 മിനിറ്റിലേക്ക് നോക്കുകയാണ്. 5 മിനിറ്റിൽ നമുക്ക് എവിടെയെങ്കിലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുകയാണ്. സോ 5 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് യെസ്, ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് ഗാമ ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലേ, ഇവിടെ നോക്കണേ, ഇവിടെ നല്ലൊരു സ്പൈക്ക് ഇവിടെ കണ്ടിട്ടുണ്ട്. സോ ഈ ക്യാൻഡിലിൻ്റെ ലോ ആണ് നമുക്ക് ബിയറിഷ്നെസ്സിന് വേണ്ടിയിട്ട് എടുക്കാവുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് നാളത്തെ ദിവസം മാർക്കറ്റ് ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലേ ഔട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ച് നമുക്ക് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് 25,221 താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾ ദ വേ ടു 25,000 ഈ ഒരു ലിക്വിഡിറ്റി പൂളിലേക്ക് അഗെയിൻ ഒരു ടെസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, ഇവിടുന്ന് ഒരു ബ്രേക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മേലേക്ക് 25,400 വരെ ആ ഒരു ഫിബൊനാച്ചി ലെവലിലേക്ക് നമുക്കൊരു 1 to 150%, 100 to 150% വരെയുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു ഗാമ ബ്ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇങ്ങനെ ഈ ഒരു ഇടയിലാണ് റേഞ്ച് ബൗണ്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഡേ ഫോർ ഓപ്ഷൻ സെല്ലേഴ്സ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തീറ്റ ഡി കെ ഉണ്ടാവും, എക്സ്പയറി അടുത്ത് വരികയാണ്. അപ്പം ഇതിൻ്റെ ഇടയിലാണ് കളിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തീറ്റ ഡി കെ പ്ലേ ഔട്ട് ചെയ്യുന്ന സെല്ലേഴ്സിനും നല്ലതാണെന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, നമ്മളെപ്പോഴും നോക്കാറുള്ളതാണ്, ഇപ്പോഴത്തെ ഒരു കറണ്ട് ATM സ്ട്രൈക്ക് എന്ന് പറയുന്നത് 25,200 to 25,300 റേഞ്ചാണ്. ആ ഒരു സ്ട്രൈക്ക് എടുത്തിട്ട്, അതായത് ബോത്ത് കോൾ ഓപ്ഷൻ സ്ട്രൈക്കും എടുക്കും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ സ്ട്രൈക്കും എടുക്കും. അപ്പോൾ അതിലെന്താണ് പ്ലേ ഔട്ട് ആവുന്നതെന്നുള്ളത് കൂടി നോക്കാം. അതിനു മുമ്പ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 21,200-ൽ 100-ലായിരുന്നു നമ്മൾ ഇന്നലെ അനലൈസ് ചെയ്തിരുന്ന ഗാമ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അതെന്താണ് നമുക്ക് തന്നിട്ടുള്ള റിസൾട്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാമ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇവിടെ നിന്നാണ് ബ്ലാസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത്. ആ ബ്ലാസ്റ്റിന് ശേഷം ഒരു റീടെസ്റ്റ് വന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെയർ വാല്യൂ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടൊരു നല്ല രീതിയിലൊരു അപ്സൈഡ് ഇവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. ഏകദേശം
ഇതാണ് ഇന്നലെ ഫോം ചെയ്തിരുന്ന ഗാമ ബ്ലാസ്റ്റ്. ഞാൻ ഇന്നലെ അനാലിസിസിൽ പറഞ്ഞിരുന്നു. ഇവിടുത്തെ ഈ ഫെയർ വാല്യൂ ഒക്കെ ഇവിടുന്ന് എടുത്തിട്ട് ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫിബനാച്ചി ഇതിൽ നമുക്ക് ഒരു 95% അപ്പ് മൂവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ നേരത്തെ അത് കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ അതിൻ്റെ 25,100ൻ്റെ സ്ട്രൈക്കിൽ ഇവിടുന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ, ഈ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ബിയറിഷ് ഗാമ ബ്ലാസ്റ്റ് ഇതിലുണ്ടാവും. അങ്ങനെ ആകുമ്പം മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു ഏരിയയിൽ നിന്ന് ഈ ബ്ലാസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യുകയും അവിടുന്ന് ടേക്ക് ഔട്ട് ചെയ്തിട്ട് നല്ല രീതിയിലൊരു ഫോള് നമുക്ക് ഉണ്ടായി. ഓപ്ഷൻ സെല്ലേഴ്സിനും ഈ ഒരു ടൂൾ വളരെ യൂസ്ഫുൾ ആവുന്നു എന്നുള്ളതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാസ്റ്റ് ആദ്യമേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് ഗാമ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്കിൽ സ്വിങ്ങിൽ നല്ല രീതിയിൽ നമ്മളത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്ഷനിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ഔട്ട് ദീസ്, ഒരു ട്രയൽ പോലെ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യു ക്യാൻ യൂസ് ദ സെയിം. ഓക്കെ, സോ ഇത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, 25,300 എന്താണ് ഇപ്പം ATM അവിടെയാണല്ലോ കിടക്കുന്നത്. ഇപ്പോൾ കോൾ ഓപ്ഷനിൽ എന്താണ് 25,300 സംഭവിക്കുന്നതെന്ന് നോക്കാം. 25,300 കോൾ ഓപ്ഷൻ സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗാമ ബ്ലാസ്റ്റ് കഴിഞ്ഞു. ഇനി ഇവിടെ വരുന്നത് നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ ഒരു ബുള്ളിഷ്നെസ് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ബ്ലാസ്റ്റ് ഇനി ക്രിയേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതുവരെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല, നാളത്തേക്ക് ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. ചിലപ്പം സൈഡ് വേസ് ആയിട്ടായിരിക്കും മാർക്കറ്റ് ഉണ്ടാകുന്നത്. വി ഡോണ്ട് നോ. എനിവേ നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവിക്കാൻ സാധ്യത എന്നുള്ളത്. ഒരു ബ്ലാസ്റ്റ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ബിയറിഷ് സൈഡിലേക്ക് അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ സൈഡിലേക്ക് എന്താണുള്ളത് നോക്കാം. 25,300 പുട്ട് ഓപ്ഷൻ സൈഡിൽ നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഒരു ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഗാമ ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഫെർദർ ക്രിയേഷൻ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ചിലപ്പോൾ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏറി വന്നാൽ ഒരു 100 പോയിന്റിൻ്റെ അടുത്തുള്ളൊരു മൂവ്മെൻറ്റിനായിരിക്കും സാധ്യത എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാളെ രാവിലെ തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു 3 മിനിറ്റിലേക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് നല്ല രീതിയിലൊരു ബ്ലാസ്റ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഫാർ നമ്മളൊരു അനാലിസിസ് എന്താ പറയുക കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർട്ടിൽ രണ്ടിലും ഒരുപോലെ ഒരു പവറാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഈവൻ എന്താ പറയുക സെല്ലേഴ്സ് സൈഡും വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പുട്ട് ഓപ്ഷൻ ചാർട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. ഈ പുട്ട് ഓപ്ഷൻ ചാർട്ടിൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും 5 മിനിറ്റിൽ നമുക്ക് നല്ല രീതിയിലൊരു ബിയറിഷ് ബ്ലാസ്റ്റ് സാധ്യമാകേണ്ടതാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ഫെയർ വാല്യൂയുടെ അക്യുമുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി അക്യുമുലേഷൻ ഉണ്ട്. കുറച്ചുകൂടി നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ റെസ്പെക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ബിയറിഷ് സൈഡിലേക്ക് അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനിൽ നല്ല രീതിയിലൊരു കയറ്റം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ടെന്നുള്ളതാണ്. സോ ഫാർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു രണ്ട് കൂട്ടരും നല്ല രീതിയിൽ പവർ കാണിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. സോ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സ്ട്രാഡിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി നമ്മൾ പോകുന്നത് അടുത്ത പാർട്ടിലേക്കാണ്. അതായത് നമുക്കറിയാം നമ്മളുടെ സ്റ്റോക്കുകളുടെ അനാലിസിസ്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കുണ്ടായിരുന്ന സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ ഈ അടുത്ത മാസം അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിലൊക്കെ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകൾ, ബുള്ളിഷ് ഗാമ ബ്ലാസ്റ്റ് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ. അപ്പം നമ്മൾ പല തരത്തിലുള്ള വാച്ച് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അനാലിസിസിലൂടെയാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മന്ത്ലി ബ്രേക്ക്ഔട്ട്, ഇത് വീക്ക്ലി ബ്രേക്ക്ഔട്ട്, ഇത് ETF-ൻ്റെത്, ഇത് ഫ്യൂച്ചേഴ്സിൻ്റെ, ഇത് നിഫ്റ്റി 500. ഓക്കെ, അപ്പം മന്ത്ലി ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. മന്ത്ലി നോക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് സ്വാൻ എനർജി ആയിരുന്നു. സ്വാൻ എനർജി നമ്മൾ നേരത്തെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്കൊരു ബുള്ളിഷ് ഗാമ ബ്ലാസ്റ്റ് ഫസ്റ്റ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ഫെയർ വാല്യൂ ബ്രേക്ക്ഔട്ട് വന്നു, ആൻഡ് ദെൻ ബൂം, നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ആശാപൂർ നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അതിൽ ട്രെയിലിംഗ് സ്റ്റോപ്പിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ട്രെയിൽ ഇവിടെ ആയിരുന്നു, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പം മുന്നേ ഇവിടെ ആയിരുന്നു നമ്മൾ ട്രെയിൽ പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടെ അടുത്തേക്ക് നമ്മൾ ട്രെയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഫാക്റ്റ് നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടുള്ള ആണ്. പക്ഷേ ഫാക്റ്റിൽ എനിക്ക് തോന്നുന്നു ഗാമ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. അതായത് അടുത്ത മൊമെൻറ്റത്തിനുള്ളൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ മിതാനിയിലുണ്ട്. ബോംബെ ഡൈയിങ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. പിന്നെ വന്നിട്ടുള്ളത് ശോഭ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കാണ്. ഇന്നലെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ശോഭ. നോക്കുവാണെങ്കിൽ ശോഭ ഇവിടെ കണ്ടില്ല, 2 മന്ത് വ്യൂവിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് അത് അത്യാവശ്യം ഒരു 6% അടുത്ത് മൂവ്മെൻറ്റ് ഇന്ന് തന്നെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നലെ
14-ാം തീയതി ഇന്നലെ ഗാമ ബ്ലാസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഈ സ്റ്റോക്ക് ഗ്രൂപ്പിൽ പറഞ്ഞത്. അതപ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ടും തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതിനിയും മേലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത അണ്ടിൽ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി റെസ്പെക്ട് ചെയ്യുന്നത് വരെ. ഇൻ കേസ് ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം കൺസോൾട്ടേഷൻ കാണാവുന്നതാണ്. മാർക്കറ്റ് ബിയറിഷ് ആണെങ്കിൽ ചിലപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ഇതെടുത്തിട്ട് മേലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. നിഫ്റ്റി 50-ൽ നോക്കുന്ന സമയത്ത് നമുക്ക് വന്നിട്ടുള്ളത് ഈ സ്റ്റോക്കുകൾ തന്നെയാണ്. അനന്തരാജ് വന്നിട്ടുണ്ട്. അനന്തരാജ് നല്ല രീതിയിൽ മുന്നേ ഗാമ ബ്ലാസ്റ്റ് ഇവിടുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വിട്ടുപോയി ആൻഡ് ഞാൻ ശ്രദ്ധിച്ചില്ല. അലേർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ശ്രദ്ധിച്ചില്ല ഞാൻ. അതുപോലെ ന്യൂലാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോക്കാണ്. ഇന്നലെ 20% കയറിയ സ്റ്റോക്ക് ഇന്നും അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇപ്പോഴും ഒരു ബിയറിഷ് ബ്ലാസ്റ്റ് ഇതിൽ വന്നിട്ടില്ല. സോ അത് വരുന്നവരെ നമുക്കത് നല്ല രീതിയിൽ റിട്ടേൺ തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കുറേ സ്റ്റോക്കുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. RCF എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു ബ്ലാസ്റ്റ് വന്നിട്ടുണ്ട്. യെസ്. സോ ഗാമ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ടിൻ്റെ ആരംഭമാണ്. അപ്പം ആ ഒരു ഇപ്പോൾ ഈ RCFൻ്റെ കേസിൽ നമ്മൾ ഈ 159 എന്ന് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ഫർദർ മൊമെൻറ്റം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇത് നമ്മൾ ലിക്വിഡിറ്റി പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ആയാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. നമുക്കൊരു ഗാമ ബ്ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ സ്വിങ്ങിൻ്റെ ഹൈ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിലൊരു മൊമെൻറ്റം ആ സ്റ്റോക്കിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. അപ്പം ആർക്ക് വേണമെങ്കിലും അത് ടെസ്റ്റ് ചെയ്ത് പഠിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളുടെ വാച്ച് ലിസ്റ്റുള്ള സ്റ്റോക്കുകളൊക്കെ ഒന്ന് ട്രയൽ നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ഔട്ട് ദിസ് പെർട്ടിക്കുലർ ടൂൾ. അപ്പോൾ ഇത് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു തിയറി വെച്ചിട്ടാണ്. ഗാമ പൊസിഷനിങ് ആൻഡ് മാർക്കറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിലെ ഒരു പ്രൊഫസറാണ്, അദ്ദേഹത്തിൻ്റെ പേപ്പറാണിത്. അദ്ദേഹത്തിൻ്റെയും കൊളീഗ്സിൻ്റെയും പേപ്പറാണ്. ആ പേപ്പറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള കുറേ ആസ്പെക്ട്സ് ആണ്. സോ അത് ഞാനൊരു പേജ് നമ്പർ 15-ൽ ഞാൻ കാണിക്കുന്നുണ്ട്. എന്താണ് ഞാൻ ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ പ്രൈസിങ്ങിൽ ബ്ലാസ്റ്റോൾ മോഡൽ, അതുപോലെ വിക്സ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി, ഇന്ത്യ വിക്സ്, ഇതെല്ലാം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഓപ്ഷനിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഈ ഗാമ എന്ന് പറയുന്നത് ചിലർ വിചാരിക്കും ഗാമ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പയറി ഡേയിൽ മാത്രം ഭയങ്കരമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണെന്നുള്ളത്. അതങ്ങനെയല്ല. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിനെ പറ്റി എന്തെങ്കിലും ഒരു ന്യൂസ് വരുമ്പോഴോ, അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ പെട്ടെന്നൊരു പൊട്ടിത്തെറി സംഭവിക്കുകയോ ചെയ്യുമ്പോൾ നല്ല മൊമെൻറ്റം ഉണ്ടാകുന്നതിനെയും നമ്മൾ ഗാമ ബ്ലാസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പം സ്റ്റോക്കിൻ്റെ കേസിലും അങ്ങനെ പറയാറുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ വേണ്ടി പറഞ്ഞതാണ്. മാർക്കറ്റ് ലിക്വിഡിറ്റി നമ്മൾ നോക്കിയിട്ടുണ്ട്. പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഞാൻ ഇടയ്ക്ക് പറയാറുള്ള ആ ഒരു മെക്കാനിസം നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ ടീഡിയസ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ പേപ്പർ വായിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു ഐഡിയനെ നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിങ്ങിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഗാമ ബ്ലാസ്റ്റ് നമുക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. സോ ചില സമയത്ത് എല്ലാ ഇൻഡിക്കേറ്റേഴ്സിനുള്ള പോലത്തെ തന്നെ ബുദ്ധിമുട്ടുകൾ ഇതിനുണ്ടാവും. കാരണം നമുക്കറിയാം എന്തെങ്കിലും സാഹചര്യത്തിൽ മാർക്കറ്റ് ചിലപ്പോൾ താഴെ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന എൻട്രിയിൽ ഏർലി എക്സിറ്റ് നമുക്ക് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഏറ്റവും ബോട്ടം പിക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും. സോ ആർക്കെങ്കിലും ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. നമ്മുടെ എല്ലാ സർവീസുകളും ഒരു ബണ്ടിൽ പാക്കാണ്. അതായത് ഗ്രൂപ്പിലേക്കുള്ള ആക്സസും, ലിക്വിഡിറ്റി എഞ്ചിനീയറിങ്ങും, ലിക്വിഡിറ്റി ലെൻസും, അതുപോലെ തന്നെ ഫെയർ വാല്യൂ ലെൻസും, ഈ പറയുന്ന കൊറിലേഷൻ്റെ ആക്സസ് ആണെങ്കിലും, ഈ പറയുന്ന ഗാമ ബ്ലാസ്റ്റിൻ്റെ ആക്സസ് ആണെങ്കിലും എല്ലാം നമ്മളുടെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആൾക്കാർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ ടച്ചിലേക്ക് ട്രേഡിങ്ങിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മളെ സർവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ബണ്ടിലായിട്ടാണ് തരുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് ആ ഒരൊറ്റ പ്രൈസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്വാർട്ടർലിയാണ് നമ്മൾ ഫീസ് ഇട്ടുള്ളത്. 1999 ആണ് ഫീസ്. ഓക്കെ, പല ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഇൻ ദ ഗിവൺ നമ്പർ. നമ്മൾ നാളത്തെ അനാലിസിസുമായിട്ട് വരുന്നതാണ്. സി യു. ബൈ ബൈ.